ഹായ് സുഹൃത്തുക്കളെ, ഏവർക്കും സ്വാഗതമില്ലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് രാജേട്ടൻ്റെ വീട്ടിലാണ്. രാജേട്ടൻ വീഡിയോയിൽ കൂടെ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങൾ എന്ന് വെച്ചാൽ പഴയ കാലഘട്ടത്തിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളൊക്കെയാണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം, രാജേട്ടനോട് ചോദിക്കാം. ഓക്കെ. അല്ല ചേട്ടാ, ഇത് പ്ലാവില കയ്യിലല്ലോ, ഇത് ഇപ്പോഴും ഇവിടെ ഉപയോഗിക്കാറുണ്ടോ? ചില സമയത്ത് ഞാൻ ഈ പ്ലാവിലോണ്ട് കഞ്ഞി കുടിക്കാറുണ്ട്. പ്ലാവില കയ്യിലോണ്ട് നല്ല രസാണ്. ഇത് എത്ര ചൂടുള്ള കഞ്ഞി കോരിയിട്ട് നമുക്ക് കുടിക്കുമ്പോ ഈ കോരിയിട്ട് കണ്ട് ഉയർന്നു വരുന്ന ആ ഒരു സമയം കൊണ്ട് ചൂടിനെ ഈ പ്ലാവില കണ്ട് ഇല്ലായ്മ ചെയ്യുന്നുള്ളതാണ്. അതൊരു സയൻസ് പരമുള്ള കാര്യമാവണം. അവിടേക്ക് നമുക്ക് അത്ര അവഗാഹമില്ലല്ലോ. പക്ഷെ നമ്മുടെ ചുണ്ടിന്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും ഈ കഞ്ഞി കുടിക്കാനുള്ളൊരു പാകത്തിലേക്ക് ചൂടാറി കിട്ടും. അങ്ങനെ അതുകൊണ്ടാണ് ഈ പ്ലാവില കയ്യിൽ നമ്മള് ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ഒരു ഗ്രഹാതുരത്വമാണല്ലോ. നമ്മള് ചെറുപ്പത്തിലൊക്കെ നമ്മുടെ അമ്മമാര് കഞ്ഞി ഉണ്ടാക്കുമ്പോ കുട്ടികളോട് പറയും, പോയിട്ട് പ്ലാവിലെടുത്തിട്ട് വായോന്ന്. ഒരു പഴമൊഴി ഉണ്ടല്ലോ, പ്ലാവിലെടുക്കാറായ കുട്ടീനെ കൊണ്ട് പ്ലാവില എടുപ്പിക്കണം എന്നുള്ളത്. കാരണം മടി കൂടാതെ ഭാവി കാലങ്ങളിൽ ആ കുട്ടി പ്രവർത്തിക്കണം എന്നുള്ളൊരു ധ്വനി വെച്ചിട്ടാണ് കാരണവന്മാർ ആ ഒരു പഴമൊഴി പറഞ്ഞു തരുന്നത്. നമ്മൾ കണക്കിലെടുക്കുകയാണ്, അല്ലെങ്കിൽ കണക്ക് കൂട്ടുകയാണ്. അപ്പോൾ ഈ പ്ലാവില അങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഈർക്കലോണ്ട് ഇങ്ങനെ കുത്തുന്നൊരു രീതിയാണിത്. സ്റ്റീൽ കയ്യിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. സ്റ്റീലല്ല, സ്റ്റീലിന്റെ മുൻപേ നമ്മള് ചിരട്ടക്കൈല് ചിരട്ട കൊണ്ടുള്ളൊരു കയ്യില് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിരട്ടക്കൈല്, ഇതാണ് ചിരട്ടക്കൈല്. ഇത് വളരെ സൂക്ഷ്മമായ ഒരു ഒരു നിർമ്മിതിയാണ്. ഇത് നിർമ്മാണം ഭയങ്കര ഡിമാൻഡ് ചിരട്ടക്കൈലിനൊക്കെ. ചിരട്ടക്കൈലിന് ഡിമാൻഡ് ഉണ്ട്. പക്ഷെ ആ ചിരട്ടക്കൈല് ഈ രൂപത്തിലല്ല, നിർമ്മാണം ഇതേ രൂപത്തിലല്ല. അതിന്റെ ഈ ചിരട്ടയുടെ മുകളില് രണ്ട് വ്യത്യസ്ത ആംഗിളുകളിൽ തുളച്ചിട്ട്, ഇത് മുളയാണ്. മുളയുടെ ഒരു പിന്നെ ഇതിന് കാണാന്നാ പറയാ. മുളയുടെ കാണ അതിലേക്ക് ചേർത്തിട്ട് സമം മുറിച്ചിട്ടുള്ളൊരു സംഗതിയാണിത്. അങ്ങനെയാണ് ഇതിന്റെ ഈ പിടിയുടെ ഹാൻഡിലിന്റെ നിർമ്മാണം. അങ്ങനെയാണ് ചിരട്ടക്കൈലിന്റെ പിടി, അതായത് കണയുടെ നിർമ്മാണം. ഇതിങ്ങനെ ഡെമോ കാണിക്കുക വെച്ചാല് നമ്മളിങ്ങനെ വെള്ളം കോരിയിട്ട് ഇങ്ങനെ പിടിച്ചാല് ഇതൊന്നും വീഴില്ല. അത്ര കർക്കശമായ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണ ചാതുരി. ഈ ആശാരി പണി പഠിക്കുമ്പോൾ ആദ്യം ചിരട്ടക്കോല് കുത്തി പഠിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അതിപ്പോ ആ തലമുറ ആ തൊഴിലിൽ നിന്നൊക്കെ വിട്ടുപോയില്ലേ. ആ ഒരു തലമുറ തന്നെ വെച്ചാൽ ആ ഒരു സമുദായം തന്നെ ഇല്ലായ്മ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ പഴയകാല ആളുകളുടെ നിർമ്മിതി നമ്മള് ശേഖരിച്ചിട്ട് ഇങ്ങനെ ഇതൊക്കെ ഇതിപ്പോ സാധാരണ ഞാൻ കണ്ടുവരാറ് ഈ സാധനം ഇതിന്റെ മേലെ വെച്ചിട്ട് ഒരു സ്ക്രൂ അല്ലെങ്കിൽ ഇത് ചെയ്യല. അതിപ്പോ വിപണിയില് നമ്മളെ കടകളിലൊക്കെ കിട്ടാനുള്ളത് ഇങ്ങനെ ഇതിന്റെ പുറത്ത് വെച്ചിട്ട് രണ്ട് ഹോൾ ചെയ്തിട്ട് അലൂമിനിയം കമ്പി റിവൈറ്റ് ചെയ്തിട്ടാണ്. അത് ഈ രൂപത്തിലല്ല. അത് ഇതൊരു പരമ്പരാഗത നിർമ്മാണ രീതിയുടെ ശൈലിയാണ് ഈ കാണുന്നത്. അതിന് കുറച്ച് കാലഘട്ടത്തിന് ശേഷം ഈ ഒരു സമ്പ്രദായം പോലെ വന്നിട്ടുണ്ട്. ഇത് മേൽ പറഞ്ഞ കഞ്ഞി കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കയ്യിലാണല്ലോ. പക്ഷെ ഇത് നിർമ്മിതിയാണത്. ഇത് പ്രകൃതിയല്ല. മേൽ പറഞ്ഞ രണ്ട് സാധനം പ്രകൃതിയാണ്. പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് പ്രകൃതിയിൽ ലയിക്കുന്ന രണ്ട് സാധനങ്ങളാണ് നമ്മൾ നേരത്തെ കാണിച്ചത്. പ്ലാവിലയും ചിരട്ടയും മുളയും ഒക്കെ പ്രകൃതിയാണ്. അതൊക്കെ പ്രകൃതിയിൽ ലയിച്ചു ചേരും. അവസാനം പ്രകൃതിയിൽ ലയിക്കും. പക്ഷെ ഇത് ലയിക്കില്ല, ഇത് ലോഹല്ലേ. അപ്പൊ അതങ്ങനെ പോവാണ് ആ കാര്യം. ഇതെന്താ സംഭവം? ഏതാണ് ഇതോ? ഇതാണ് മരിക. ഈ മരിക പറഞ്ഞ എന്താ? മരിക എന്ന് പറഞ്ഞാല് ഇതില് പഴയ കാലത്ത് വീട്ടമ്മമാർക്ക് ഉപ്പ്, അടുക്കളയിൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണല്ലോ ഉപ്പ്. എന്തൊരു വിഭവത്തിനും അതിന്റെ തനതായ രുചി വരണമെങ്കിൽ ഉപ്പ് വേണ്ടേ. അപ്പൊ ആ ഉപ്പ് സൂക്ഷിച്ചിട്ട് ശേഖരിച്ച് വെച്ചിരുന്നൊരു
ഒരു പാത്രമാണിത്. ആ മരിക, അതെ. മരിക എന്നാ പറയാ. ഇതെന്താ മരം? ഇത് പ്ലാവിന്റെ മരാണ്. ആ പ്ലാവ്, പ്ലാവ് പറഞ്ഞാൽ അറിയില്ലേ? പ്ലാവ്, ചക്ക ഉണ്ടാവുന്ന പ്ലാവ്. അതിന്റെ ഇലയാണല്ലോ കയ്യില്. ആ, അപ്പൊ ആ പ്ലാവിന്റെ പിന്നെ തടിയല്ല, ഇത് തടിമരല്ല, പ്ലാവിന്റെ വേരാണ്. വേര് കൊണ്ടുണ്ടാക്കി വേരാണ്. പ്ലാവ് ഭൂമിയുടെ തടി ഭൂമിയുടെ മുകളിൽ നിൽക്കുന്നു, ഈ വേര് ഭൂമിയുടെ അടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ, വേര്. അപ്പൊ ആ വേരോണ്ട് നിർമ്മിച്ച ഒരു പാത്രമാണിത്, മരിക പാത്രം. ഇതിൽ ഉപ്പ് നിക്ഷേപിക്കുന്നു, എന്നിട്ട് ഇങ്ങനെ കാലപ്പഴക്കത്തിന്റെ ജീർണത ഉണ്ടാവാം. എന്തായാലും അടിപൊളിയായിട്ട്. ആ, ഇതിന്റെ അടപ്പാണ് ഇങ്ങനെ, ഇതൊക്കെ മരത്തിലെ നിർമ്മിതിയാണ്. ഉപ്പ് എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ അടയ്ക്കുക. പിന്നെ ആവശ്യത്തിന് വീണ്ടും തുറക്കുക, അടയ്ക്കുക. അപ്പോൾ ഇതിലാണ് പഴയ കാലത്ത് ഉപ്പ് ശേഖരിച്ചിട്ട് വീട്ടമ്മമാർ വെച്ചിരുന്നത്. പിന്നെ പിന്നെ ഓട്ടുവിളക്കാണ് പഴയ കാലത്ത്, പിന്നെ വെളിച്ചം കാണാൻ വേണ്ടി ഉപയോഗിച്ചത്. ചിമ്മിണി വിളക്ക്. ആ, ചിമ്മിനി വിളക്ക് പല തരത്തില്, പിന്നെ തകരത്തിന്റെയും അലൂമിനിയത്തിന്റെയും ഒക്കെ ചിമ്മിനി വിളക്ക് ഉണ്ടായിരുന്നല്ലേ. അതിൽ നിന്ന് കുറച്ച് പ്രൗഢി കൂടിയ ഒരു സാധനമാണ് ഇത്. ഓടാണ്, ഓടിൽ നിർമ്മിച്ചതാണ്. അപ്പൊ അതിന് ആ കാലത്ത് കുറച്ച് വില ഉണ്ടാവിരിക്കാം. അതാണത്, പിന്നെ ഓട്ടുവിളക്കാണ്. ഇതില് എണ്ണ ഉപയോഗിച്ചിട്ട് കത്തിക്കാൻ കഴിയില്ല. മണ്ണെണ്ണേ പറ്റുള്ളൂ. കാരണം അതും സയൻസ് പരമായിട്ട് തന്നെയാണ്. സാന്ദ്രത, വലിച്ച് കയറ്റാനുള്ള സാന്ദ്രത എണ്ണയ്ക്ക് കുറവാണ്. സമതലമായ രീതിയിൽ തിരിയിട്ടാലേ എണ്ണ വലിക്കുള്ളൂ. അതായത് നിലവിളക്ക് പോലത്തെ തട്ടില്. ഇത് അടിയിൽ നിന്ന് വലിച്ചെടുക്കാൻ സാന്ദ്രത കൂടിയത് മണ്ണെണ്ണ മാത്രമേ ഉള്ളൂ. അപ്പോൾ പഴയകാല പ്രതാപത്തിലിരുന്ന ഒരു ഓട്ടുവിളക്കാണ് നമ്മൾ കണ്ടത്. പിന്നെ ബഹുമാനപ്പെട്ട പിന്നെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സാറ് ഇതുപോലത്തെ വിളക്കിൻ്റെ വെളിച്ചത്തിലൊക്കെ പഠിച്ചതാണ്. മറ്റു പല പ്രമുഖരും ഈ രൂപത്തിൽ ചിമ്മിനി വിളക്കിൻ്റെ വെളിച്ചത്തിലൊക്കെ പഠിച്ചിട്ട് മഹോന്നത പദവിയിലെത്തിയ ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ രാജ്യത്ത്. ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊന്നും സങ്കല്പിക്കാൻ തന്നെ പറ്റില്ല. വൈദ്യുതി വെളിച്ചമില്ലാതെയും ഒന്നും കഴിയില്ല. ആ തരത്തിലൊക്കെ ആയിരിക്കണം. അത് കാലഘട്ടത്തിൻ്റെ ഓരോ മാറ്റങ്ങളാണ്. അത് കാലോചിതമായിട്ട് അങ്ങനെ മാറി മാറി വരാനും സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ പഴമയുടെ പുതുമ എന്ന് പറഞ്ഞാൽ കുറച്ച് നാണയങ്ങളാണ്. നാണയങ്ങൾ ഇതൊക്കെ നാണയങ്ങളാണ്. ഈ നാണയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 1 പൈസയുടെ നാണയമാണിത്. 1 പൈസ, ഒറ്റ പൈസ നാണയമാണ്. ഈ ഒറ്റ പൈസ ഈ കാലഘട്ടത്തിൽ വളരെ ദുർലഭമായിട്ടല്ലേ ഉണ്ടാവുള്ളൂ. മുതിർന്ന ആളുകൾ ഇത് കണ്ടിട്ടുണ്ടാവാം, പക്ഷേ അവരുടെ ശേഖരണത്തിൽ ഇത് ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു ഉറപ്പ് പറയാൻ കഴിയില്ല. എന്നാൽ അപൂർവം ചില ആളുകളുടെ കയ്യിൽ ഇതുണ്ടാവും ചെയ്യാം. അപ്പം ഇത് പഴയകാല 1 പൈസയാണ്. ഇത് 1963 ഈ പൈസ നിർമ്മിച്ചിറക്കുന്നത്, സർക്കാർ നിർമ്മിച്ചിറക്കുന്നത്, അച്ചടിച്ചിറക്കുന്നത് 1963. ഈ 63 നിർമ്മാണം നടത്തിയാൽ ഇപ്പോൾ ഈ 2024 നോക്കുമ്പോൾ 61 വർഷം പഴക്കമുള്ള ഒരു നാണയമാണ് ഞാൻ ഈ കയ്യിൽ വെച്ചിരിക്കുന്നത്. 61 വർഷം പഴക്കമുണ്ട്. അങ്ങനെ ആ 1 പൈസയിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ വരാൻ പോണത് 2 പൈസയാണ്. 2ൻ്റെ പൈസ നാണയം. 2 പൈസ, ഇതാണ് 2 പൈസ. അന്ന് പഴയ കാലത്ത് ഈ 2 പൈസയ്ക്കും സാധനങ്ങൾ കിട്ടുമായിരുന്നത്രേ. അപ്പോൾ 2 പൈസ. അത് കഴിഞ്ഞാൽ പിന്നെ 3 പൈസയാണ് വരുന്നത്. 3 പൈസ, 3 പൈസയുടെ ഒരു നാണയം. അപ്പോൾ 5 പൈസേനെ നമ്മൾ 3 ഭാഗമാക്കിയിട്ടാണ് അന്നത്തെ കാലത്തെ സർക്കാർ നാണയങ്ങൾ നിർമ്മിച്ചിരുന്നത്. അപ്പം 3 പൈസ. പിന്നെ വരുന്നതാണ് 5 പൈസ. ഇത് 1972 നിർമ്മിച്ചതാണ് 5 പൈസ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 5 പൈസ ഒക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പം 5 പൈസ.
പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ 5 പൈസ ഉണ്ടായിരുന്നു വെച്ചാൽ അതിൻ്റെ വകഭേദങ്ങളായ 3 ഭാഗങ്ങളുണ്ടായിരുന്നോ? ഈ 1 പൈസ 2 പൈസ 3 പൈസ ഉണ്ടായിരുന്നോ? ഉണ്ടാവാൻ വഴി കുറവാണ്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് 5 പൈസയ്ക്ക് ഒരു സാധനം ലഭിക്കില്ല. എന്നിരുന്നാലും ഇനിയിപ്പോൾ കിട്ടുകയാണെങ്കിൽ തന്നെ ആ 5 പൈസയ്ക്ക് കിട്ടുന്ന സാധനത്തിനെ 3 ഭാഗങ്ങളാക്കിയിട്ട് 3 തരം സാധനങ്ങൾ വാങ്ങാമായിരുന്നു. 1 പൈസയ്ക്ക് വാങ്ങാമായിരുന്നു, 2 പൈസയ്ക്ക് വാങ്ങാമായിരുന്നു, 3 പൈസയ്ക്ക് വാങ്ങാമായിരുന്നു, അതന്നെ 5 പൈസയ്ക്ക് വാങ്ങാമായിരുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഈ നാണയശേഖരണത്തിൻ്റെ ഒരു ലെവലിന് വേണ്ടിയിട്ട് ഒരു 10 പൈസ 1985 നിർമ്മിതമായ ഒരു 10 പൈസയാണിത്. അപ്പോൾ 1, 2, 3, 5 പിന്നെ ക്രമപ്രകാരം വരച്ച 4 പൈസ ഇല്ല, അതുകൊണ്ട് 5 പൈസ ആക്കിയതാണ്. 10 പൈസ. പിന്നെ അത് 20 പൈസ. ഈ 20 പൈസയുടെ പ്രത്യേകത പറഞ്ഞാൽ ഇതൊരു താമരയുടെ ചിത്രം ആലേഖനം ചെയ്തതാണ്. താമരയുടെ ചിത്രം ആലേഖനം ചെയ്ത ഈ 20 പൈസ പഴയ കാലത്തെ ആളുകൾ ഇങ്ങനത്തെ ഒരു പൈസ കിട്ടുകച്ചാൽ അവർ മോതിരം ഉണ്ടാക്കിയിട്ട് വിരലിൽ അണിഞ്ഞിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതെന്താ കാരണം വെച്ചാൽ ഇത് പിച്ചളയാണത്രേ, പിച്ചള എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 20 പൈസയായി. പിച്ചള ചെമ്പല്ലേ? ചെമ്പാണ്. അപ്പോൾ 20 പൈസ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 25 പൈസയാണ്. ഇപ്പോഴത്തെ 1 രൂപയുടെ 1/4 ഭാഗമായ 25 പൈസ ഈ വരുന്നത് 25. പിന്നെ സംഖ്യാശ്രേണി ലെവലിൽ വരുമ്പോൾ 25 പൈസ, പിന്നെ 50 പൈസ, പിന്നെ അത് 1 രൂപ, പിന്നെ അത് 2 രൂപ, പിന്നെ അത് 5 രൂപ, പിന്നെ അത് 10 രൂപ. പിന്നെ ഇപ്പോൾ 20 രൂപയുടെ നാണയമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മളെ ശേഖരണത്തിലേക്ക് സാധിച്ചിട്ടില്ല. പിന്നെ ഈ 10 പൈസയുടെ മറ്റൊരു വകഭേദം, 10 പൈസയുടെ മറ്റൊരു വകഭേദം കൂടി ഇവിടെ ശേഖരണത്തിലുണ്ട്. 1990 നിർമ്മിച്ച ഒരു 10 പൈസ കൂടി ഉണ്ട് കേട്ടോ. 1990 അങ്ങനെ ഒരു 10 പൈസ ഇതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുകയാണ്. അപ്പോൾ സംഖ്യാശ്രേണിയിൽ വരുമ്പോൾ 1 പൈസ, 2 പൈസ, 3 പൈസ, 5 പൈസ, 10 പൈസ, 20 പൈസ, 25 പൈസ, 50 പൈസ, 1 രൂപ, 2 രൂപ, 5 രൂപ, 10 രൂപ. നോട്ടുകളില്ലേ? നോട്ടുകൾ എൻ്റെ അടുത്ത് ശേഖരണത്തിലില്ല. ചിലവായി ഉണ്ടാവില്ലേ? 5 രൂപയുടെ ഒറ്റ നോട്ടിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അതങ്ങനെ ക്രമേണ എൻ്റെ അടുത്ത് ചിലവായി പോയി 5 രൂപ. പിന്നെ അങ്ങനെ നോക്കിയാൽ അന്നത്തെ 1 രൂപ ഈ ക്രമപ്രകാരം 1 രൂപ, 2 രൂപ, 5 രൂപ, 10 രൂപ, 20 രൂപ, 50 രൂപ, പിന്നെ 100 രൂപ, 500 രൂപ എന്നുള്ളൊക്കെ ക്രമത്തിലാക്കാമായിരുന്നു. പക്ഷേ അന്ന് അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. അത്